ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് ആണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ലാസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് പട്ടയും ഒരു 4 വെളുത്തുള്ളി അല്ലിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് കഴിയുമ്പം ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തത് അതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. സവാളയൊക്കെ ഒരുവിധം ഒന്നും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് സെയിം ആയിട്ട് വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യണം. ക്യാരറ്റ് അധികം കുക്കാവണ്ട, ഉള്ളി ഒന്ന് വഴച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആവി ഏറിയാൽ മതിയാവും. അപ്പം ക്യാരറ്റ് ഇട്ടിട്ട് അന്നേരം നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. ശേഷം അതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മതിയാവും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് അടുത്തായിട്ട് ഒരു 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ മുളക് പൊടിയും പിന്നെ കുറച്ച് സോൾട്ടും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പം നമ്മൾ ചേർത്ത മസാലയൊക്കെ നന്നായിട്ട് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റണം. മസാലയൊക്കെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓട്സും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിടാം. ഒരു മിനിറ്റോളം മതിയാവും. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ ഇട്ട പട്ടയും വെളുത്തുള്ളിയും കൂടി അത് നേരത്തെ മാറ്റുക. ഓംലെറ്റ് ആകുമ്പോഴത്തേക്കും അത് ജസ്റ്റ് കടിക്കാൻ കിട്ടുന്ന സമയത്ത് അത് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും, അപ്പോൾ നമുക്ക് ഫുള്ള് ടേസ്റ്റൊക്കെ കിട്ടൂല. അതുകൊണ്ട് എടുത്ത് മാറ്റുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തത് ഒരു 2 വലിയ മുട്ട പൊട്ടിച്ച് ഉപ്പിട്ട് ബീറ്റ് ചെയ്തതാണ്. അത് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ലിഡ് ഉപയോഗിച്ചിട്ട് അടച്ച് നമുക്കൊരു 2-3 മിനിറ്റ് മതി, അത്രയും നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഓംലെറ്റ് കുക്കായിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ റോ ഒരു ടേസ്റ്റ് വരാതിരിക്കാനായിട്ടാണ് തിരിച്ചിട്ടത്, അല്ലാതെ യൂസ് ചെയ്യാം, വൺ സൈഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഓട്സ് ഓംലെറ്റ്, സ്പൈസി ഓട്സ് ഓംലെറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓട്സ് കഴിക്കാത്ത കുട്ടികളൊക്കെ കാണും. അപ്പം അവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരത് ഓട്സ് ഉണ്ടെന്ന് പോലും അറിയാതെ അത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിച്ച് തീർത്തോളും. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പം പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.